തൊമ്മി നീ എവിടുന്ന വരണേ? ഞാൻ ടൗണിൽ നിന്ന്. അപ്പൊ എന്റെ പൊന്നു കൊണ്ടുപോയതാരാ? അപ്പന്റെ പൊന്നല്ലേ അപ്പ ഞാൻ. അയ്യോ ആൾമാറാട്ടം, മുഖം മൂടി കള്ളൻ, എന്റെ പൊന്നു മുഴുവൻ പോയേ. എടാ ഓടിവായോ, എടാ പീറ്ററെ ഓടിവായോ. അപ്പ എന്താ അപ്പ? കാര്യങ്ങളൊക്കെ ഭംഗിയായി, സാധനം കംപ്ലീറ്റ് ഉണ്ട്. ആ കാലമാടൻ അതൊക്കെ ഒന്ന് അറത്തു. ഓ, അല്ലെങ്കിലും ഇത് ഒരുക്കാനുള്ളതല്ലേ. അപ്പൊ ബേബിച്ചായ ഞങ്ങൾ മടങ്ങുക, രാത്രി യാത്രയില്ല. ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? ബേബിച്ചായ സെന്റിമെന്റ്സ് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കില്ലേ? ഇനി എന്നാ അങ്ങോട്ട്? ഇനി ഏയ് വേണ്ട, നിങ്ങളെങ്കിലും സമാധാനമായി ജീവിക്കുക, ഒരിക്കലും മടങ്ങി വരില്ല. എന്താന്നറിയില്ല, ആകെ ഒരു തരിപ്പ്. മോനെ പീറ്ററെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉടനെ ചെയ്യണം. എന്ത് ചെയ്യാൻ കഴിയും? തൊമ്മിച്ചാനും ജോണിയും കൂട്ടിപ്പോയി അവനോടൊന്ന് തല്ലി നോക്കാം. അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നേൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോടാ പീറ്ററെ? തല്ലിയാലും നമ്മൾ ജയിക്കില്ല തൊമ്മിച്ച. ജയിച്ചാലും ജയം പിടിച്ചു തീർത്താൻ നമ്മൾ പ്രയാസപ്പെടും. അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നമുക്കുണ്ട്. സോ കൗശലപൂർവ്വം കാത്തിരിക്കാം. പഴയതുപോലെ 6 നീന്തി രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കുന്ന കാലം വരും. അതുവരെ എലി കിടന്ന് ചുമ്മാ കളിക്കട്ടപ്പാ, നമുക്കത് കണ്ടു രസിക്കാം. പൂച്ചയ്ക്കും വേണ്ടേ ഒരു അല്പസ്വല്പ എന്റർടൈൻമെന്റ്സ്. എന്റെ 3.5 കിലോ സ്വർണം വെച്ച എലി കളിക്കണേ, അത് ഓർമ്മ വേണം പൂച്ചയ്ക്ക്. ഈ ആൾമാറാട്ടം അറക്കളം പീലിയുടെ മാത്രം വകയൊന്നും അല്ലല്ലോ. വല്യപ്പച്ചായനും അറിഞ്ഞുകൂടായിരുന്നോ? കുറേശ്ശെ. എന്റെ അപ്പൻ ഇതിൽ എക്സ്പെർട്ട് ആയിരുന്നു. അപ്പൻ അറിയില്ല ഇതൊന്നും. പിന്നെ ഇപ്പൊ ടച്ച് വിട്ടുപോയി. കൊച്ചു ബേബി, നീ പൊറുക്കണം. പൊറുക്കാൻ കഴിയാത്തതാ ഞാൻ ചെയ്തതൊക്കെ, നിന്നോടും അപ്പനോടും. മറക്കാനും പൊറുക്കാനും കഴിയുന്നല്ല ഒന്നും. എന്നാലും ജീവിതം ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്ത, എല്ലായിടത്തും തോറ്റു തളർന്നു പോയ ഒരു കിഴവന്റെ അത്യാഗ്രഹമാണ്. ചോദിച്ചോട്ടെ? ഇനിയുള്ള കാലം അവർക്ക് എൻ്റെ കൂടെ താമസിക്കണമെന്നും ഞാനൊരു പെണ്ണുമൊക്കെ കെട്ടി അപ്പൻ എൻ്റെ പിള്ളേരെ കളിപ്പിക്കണമെന്നും. എന്റെ മീനുവേ, അത് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് അങ്ങ് അയ്യോ ഭാവം തോന്നിപ്പോയി. അതിയാനോ? തന്തയെ കയറി ഔസേപ്പേട്ടെന്ന് വിളിക്കുന്ന പരിപാടിയൊക്കെ അതങ്ങ് ബോംബെയില്, ഇത് മലബാറാ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണ ചെറുക്ക. ബഹുമാനിച്ചല്ലേ അതിയാന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ദാറ്റ് മാൻ. ഓ ആദ്മി. പാവം സാറാമ്മ, അവളെന്നാ പറഞ്ഞു? സാറാമ്മച്ചി എന്നതാണോ, എനിക്ക് അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. വിരോധമൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അവരാണല്ലോ എല്ലാത്തിനും മൂലകാരണം. ഓ, മൂലവും കാരണവും. കേടാ, വയസ്സുകാലത്ത് മാതാപിതാക്കന്മാരെ നോക്കുന്നതിനേക്കാൾ വലിയ പുണ്യമുണ്ടോ? അണ്ടർവേൾഡുകാർ ഇതൊന്നും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞാൽ സദാചാരം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലേ? ആ, അതൊക്കെ പോട്ടെ. എന്താ നിന്റെ അടുത്ത പരിപാടി? ഈ പന ഞാൻ എന്ത് ചെയ്യും? അതല്ലേ മീനാമച്ചി ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതെ കുട്ടാ, ഒന്നും ചെയ്യില്ല. ലെറ്റ് ഹിം ലിവ്. ജീവിച്ചു പോട്ടെ നീ. പക്ഷെ മുതല് പോയി ഇപ്പൻ വെറുതെ ഇരിക്കോ? അവന്റെ രണ്ടാമത്തെ മോനുണ്ടല്ലോ പീറ്റർ, ഭീകരനവൻ. ഒരുപാട് ഭീകരന്മാരെ കണ്ടും കൊണ്ടും പദം വന്നവനായി കൊച്ചു ബേബി. പ്രതികാരം 2 വിധത്തിൽ ചെയ്യാം. ഈപ്പനെയും മക്കളെയും കൊന്ന് ജയിലിൽ പോവാം, അതൊരു വഴി. രണ്ടാമത്തത് ഐ പ്രിഫർ ദാറ്റ്. എന്താ അത്? വല്യപ്പച്ചനും ഇടിപ്പാപ്പനും പണ്ട് ജയിലിൽ കിടന്നപ്പോ ഈപ്പൻ എന്തായിരുന്നു പണി? ഈയം പൂശാനുണ്ടോ? കിണ്ടി വിളക്കാനുണ്ടോ? ഈയം പൂശാനുണ്ടോ?
അതെ, ഇന്ത്യയുടെ മുന്തയുടെ ഓട്ടയടിച്ച് ഈമ്പൂശിയും നടന്നവന് ചെറുതാണെങ്കിൽ ഒരു സ്വർണ്ണക്കട നടത്താൻ കാശ് കൊടുത്തത് വല്യപ്പച്ചനാ. ഈപ്പനവന്റെ തലവഴി കാണിച്ചു, കൊടുത്ത കൈക്ക് തന്നെ കൊത്തി. ഇനി അതേ ഈപ്പൻ ഈ അമ്പൂശാരുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് എനിക്കൊന്ന് നേരിട്ട് കാണാം. നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ, തന്തേരെ തന്തയ്ക്ക് പിറന്നവനാ. ഈപ്പൻ തെണ്ടണം, എനിക്കും അതൊന്ന് കാണണം. തെണ്ടിച്ചു തരാം മീനു. അതിന് പക്ഷെ തായ്വേരിറക്കണം. തായ്തടി അറിയാതെ തായ്വേരിറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതെന്ത്? അതൊക്കെ പറയാം. തൽക്കാലം ഞാൻ ആ തിയേറ്റർ എടുത്ത് നടത്താൻ പോവാ. മേരി മാതാ ടാക്കീസ്. ഹലോ, രാവിലെ തന്നെ ബാലഗോപാലിനെ എണ്ണ ഏൽപ്പിക്കുകയാണോ? എന്നാലും എന്റെ രാഘവമാഷേ, വിളക്കും കത്തിച്ചു വെച്ചുള്ള ഈ കൃഷിപ്പണി കുറച്ച് കടോരമാണേ. പെൺകുട്ടികൾ 3 ബേബിച്ച. ബേബിച്ചായോ? എന്നതാ? തിയേറ്റർ അടിപൊളി. ബേബിച്ചായം വന്നേ പിന്നെ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് പടം കാണാം. അത് പിന്നെ ഞാൻ എന്നാ സ്ട്രിക്റ്റ് ആന്നാ വിചാരം. കൊച്ചിന്റെ പേരെന്നാ? സേതുലക്ഷ്മി. സേതുലക്ഷ്മിക്ക് ആരുടെ പടവാ കൂടുതൽ ഇഷ്ടം? കുഞ്ചാക്കോ ബോബന്റെ പടവാ ഇഷ്ടം. കുഞ്ചാക്കോവന്റെ ആണോ? എന്നാ ഇനി കുഞ്ചാക്കോവന്റെ പടത്തിന്റെ അയ്യര് കളിയായിരിക്കും. പക്ഷേ ഞാൻ പോട്ടെ, പടം കാണാൻ വരണേ. വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുത് കേട്ടോ. എന്തോന്നാണ് ഒരു ഇളക്കം? അറക്കളം പീലിയുടെ കൊച്ചുമോനാ സാധനം. വലിയ ബലം കൊടുക്കണ്ട. ഇങ്ങോട്ട് പാടി. എന്നതാ? എളിയേ, ഇവൻ അവിടെ സർക്കസിലെങ്ങാണ്ടായിരുന്നു പണി കേട്ടോ. നിങ്ങൾ ഇങ്ങ് വന്നേ മനുഷ്യ, വാ ഇങ്ങോട്ട്. അതെ, കൊച്ചു ബേബിക്ക് കെട്ടുപ്രായം കഴിഞ്ഞു, ഇനി വൈകിക്കരുത്. പിന്നെ അന്മാരുടെ ബോയ്സ് രാത്രിയിൽ ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ഹൈ, ദേ, നമ്മുടെ കടമ മറക്കരുത്. ഉടനെ ഒരു ആലോചന തുടങ്ങി വെക്കണം. ബാ. ഇതാരും മീനു, കാലത്തെ എന്താ ഈ വഴിക്ക്? ഇത്തിരി സംസാരിക്കാനുണ്ട്. കാലത്തെനിക്ക് സമയമില്ല, വൈകിട്ടാട്ടെ. ഓ, വൈകിട്ടും പറ്റുമെന്ന് തോന്നുന്നില്ല. അവര് വിടുകയല്ല, വൈകും. ആര് വിടുകയല്ലെന്ന്? ഫിലിം ചേംബറുകാര്. ഫിലിം ചേംബറോ? നിനക്ക് എന്നാ ഫിലിം ചേംബറിൽ കാര്യം? ഞാനല്ലയോ മേരി മാതായുടെ ഓണർ. നീ പോടാ ചെറുക്ക. എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അതൊക്കെ പിന്നെ പറയാം. നീ ചേംബറിൽ പോയിട്ട് വാ. ചുമ്മാ സസ്പെൻസ് ഇടല്ലേ മീനുക്കുട്ടി. ഞാൻ ഇന്നലെ ഒരു ജോത്സ്യരെ കണ്ടു. പേര് നാളും പറഞ്ഞ് നിന്റെ പേരിൽ ഒരു രാശി വെപ്പിച്ച് നോക്കി. എങ്കി വണ്ടി വിട് മീനുക്കുട്ടി. എനിക്ക് ഈ ജ്യോതിഷത്തിലൊന്നും പണ്ടേ വിശ്വാസമില്ല, വെറും ഗുണ്ട്. സത്യം, അയാള് പറഞ്ഞത് കേട്ടപ്പോ എനിക്കും ജ്യോതിഷത്തിലുണ്ടായിരുന്ന വിശ്വാസം അങ്ങ് പോയി. അയാൾ എന്താ പറഞ്ഞത്? നിന്റെ കല്യാണം ഉടനെ നടക്കുമെന്ന്. പുളു. അതേനെ, കയ്യിലുണ്ടായിരുന്ന കാശ് പോയത് മിച്ചം. അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു, അത് ഇതിനേക്കാൾ വലിയ പുളു, പുപ്പുളു. അതെന്താ? പെണ്ണ് അതിസുന്ദരിയായിരിക്കും. മേലിപ്രിങ്ങാതി തേച്ച് തുളസിക്കതിൽ ചൂടിയ ഗ്രാമീണ സുന്ദരിയല്ല, യമണ്ടൻ ചരക്ക്, ഉരുപ്പടി, പീസ്. തങ്കം പോലെ ഒരു പെണ്ണ് വന്ന് കേറും. അത് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലണ്ട. ഓ, അങ്ങോട്ടെന്റെ പട്ടി പോവും. പട്ടി ചെല്ലും, കാരണം പട്ടിക്ക് നിന്നേക്കാൾ വിവരമുണ്ട്.